anniversary to you. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഒരു വെഡിങ് ആനിവേഴ്സറി വ്ളോഗുമായിട്ടാണ്. നമ്മുടെ ശരണ്യയുടെയും അതുപോലെ തന്നെ ഷിജിൻ്റെയും, നിങ്ങൾക്ക് ശരണ്യ എല്ലാവർക്കും അറിയായിരിക്കാം, ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അവരെ പറ്റി. അപ്പോൾ ശരണ്യയുടെയും ഷിജിൻ്റെയും ഇന്ന് വെഡിങ് ആനിവേഴ്സറിയാണ്. 1 ഇയർ വെഡിങ് ആനിവേഴ്സറി ആയിട്ട്. അതുകൊണ്ട് ഞാൻ വേണ്ടപ്പോൾ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് അടിക്കണം, മറക്കാതെ ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ കൂടെ ഷിജിനും അതുപോലെ തന്നെ ശരണ്യയുടെ അനിയനെ ഞങ്ങൾ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി. അതിൻ്റെ ഇടയിൽ ഷിജിൻ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ശരണ്യയുടെ വീട്ടിലോട്ട് പോയി. അതിന് മുമ്പ് ഏട്ടൻ നേരത്തെ തന്നെ പൊന്നിനും അങ്ങ് ആക്കുക. ഏട്ടൻ പിന്നെ ഷൂവിന് പകരം ചെരുപ്പാട്ടോ ഇട്ട് അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പിന്നെ നേരെ നോക്കിയപ്പോൾ ശരണ്യ അകത്തുണ്ടായിരുന്നു കേട്ടോ. അവൾ പുറത്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ശരണ്യയുടെ റൂബിയെ കാണാം. റൂബി പട്ടി കേട്ടോ. അപ്പം ഏട്ടനും ശരണ്യയും കൂടെ പോയി നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ശരണ്യയുടെ 1ാമത്തെ വിവാഹ വാർഷികം കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ശരണ്യയുടെ വീട്ടിൽ നിന്ന് ഉടുപ്പാണ് അവിടുത്തെ റൂബിക്കുട്ടി. ഡ്രസ്സൊക്കെ ഇട്ട് പുതിയതായിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്ത് സൂപ്പർ ലുക്കിൽ നിൽക്കുക കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ നമ്മൾ റിംഗ് മാസ്റ്റർ സിനിമ കേട്ടോ ഓർമ്മ വന്നത്. അങ്ങനെ അവള് താലോലിച്ച് കിടക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ശരണ്യയുടെ അനിയൻ വന്നിട്ടുണ്ട്. ആള് +2 കേട്ടോ പഠിക്കുന്നത്. അങ്ങനെ അവനും ഉണ്ടായത്, അവൻ ഡ്രസ്സ് എന്തോ മാറ്റാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെയും കണ്ടു. അങ്ങനെ നമ്മളെല്ലാരും കൂടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഷിജിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങിയിരുന്നു. അപ്പോഴേക്കും 2 പേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ കല്യാണം 1 മാസം ആയതേ ഉള്ളൂ കഴിഞ്ഞിട്ട്. അപ്പോൾ അവര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഇനി നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ശരണ്യ പായസം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. ബാക്കി എല്ലാ ഫുഡും അവള് വെച്ചിട്ടുണ്ടായിരുന്നു. പായസം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ചെയ്തു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഇരുന്ന് കത്തിയടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ശരണ്യയ്ക്കും ഒരു യൂട്യൂബ് തുടങ്ങണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ ഫുൾ സപ്പോർട്ടായിട്ട് ഞാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ അവള് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചു പായസമൊക്കെ നമ്മൾ തകൃതിയായിട്ട് വെക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഇനി ടെറസിലോട്ട് പോവുകയാണ്. അവിടുത്തെ കാഴ്ച ഇപ്പോൾ ടെറസിൽ പോവുകയാണ്. നിന്റെ അനി ഇവിടെ ഇരിക്കും, ഞാൻ അവൻ പോയെന്ന്. ഡ്രസ്സിൽ കയറി എല്ലാവരുടെ കണ്ണും പോടാതെ നിൽക്കുന്ന ആ റംബൂട്ടാനാട്ടോ. പക്ഷെ ഒരു റംബൂട്ടാനും ഇല്ലായിരുന്നു കേട്ടോ. പഴുത്തത് എല്ലാം വവ്വാല് എന്തൊക്കെ കൊത്തിക്കൊണ്ട് പോയി. ബാക്കി എല്ലാം പച്ച കേട്ടോ. അതാണെങ്കിൽ അകത്ത് മധുരം, ചെറിയ മധുരവും പിന്നെ കയ്പുമാണ്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. സദ്യയായിരുന്നു. അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത വെഡിങ് ആനിവേഴ്സറി ആയി. ഇനി അടുത്ത ബർത്ത്ഡേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വൈകിട്ടായപ്പോൾ ഒന്ന് കേക്ക് മുറിക്കാൻ വേണ്ടി കേക്ക് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഇതാണ് കേട്ടോ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി കേക്ക്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ രണ്ടുപേരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരെയും കൂടെ ഫോട്ടോയൊക്കെ നിർത്തിയെടുത്തു. Happy anniversary to you. Happy anniversary to you. ലൈറ്റ് അവിടെയാണ്, അതുകൊണ്ട് വീഡിയോ ക്ലിയർ അല്ല. അങ്ങനെ എല്ലാരും കൂടെ വായിൽ കേക്ക് വാരി വെച്ചു കൊടുത്ത് ആളുടെ വാ നിറഞ്ഞു കവിഞ്ഞു കേട്ടോ. പാവം. അങ്ങനെ അവളുടെ വെഡിങ് ആനിവേഴ്സറി നമ്മൾ അടിച്ചു പൊളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഞങ്ങള് കേക്കൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നതിന് ശേഷം വീണ്ടും ഞങ്ങൾ ടെറസിൽ പോയി എന്തെങ്കിലും ഒരു ഗെയിം കളിക്കാന്ന്. ബോറിംഗ് ആയിരുന്നു കേട്ടോ. എന്തെങ്കിലും ഒരു ഗെയിം കളിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ നെസ്റ്റ് അടിച്ച് നമ്മൾ പിന്നിട്ട് കളി കളിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു. എല്ലാരും കൂടെ ഉള്ളത് വൈബായിരുന്നു കേട്ടോ. പിന്നിട്ട് കളി. അങ്ങനെ എല്ലാരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. തപ്പി അങ്ങറ്റം വരെ തപ്പി കേട്ടോ. പിന്നെ ഒരു രക്ഷയില്ല, ഇവിടെ അടുത്തും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു.
അതിന് പിന്നെ പൊന്നു ഞങ്ങളുടെ കൂടെ കളിച്ച് നിന്നു. അതിന്റെ ഇടയിൽ താഴേക്ക് പിന്നെ വീണ് പിന്നെ ശരണ്യയുടെ അനിയൻ ഇറങ്ങി ചെന്ന് പിന്നെടുത്ത് അങ്ങനെ അവ എടുക്കുന്നവര് കളിക്കും, അങ്ങനെയായിരുന്നു കേട്ടോ. ഈശ്വരോ ഇതെന്തൊരു പാട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. പച്ചേ അപ്പൊ നമ്മളിപ്പോ വീട്ടിലോട്ട് പോവാട്ടോ. നമ്മളിവിടെ നിന്ന് ഇറങ്ങി, അപ്പോൾ ഞങ്ങള് വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാറായപ്പോ ഇവിടെ ഒരാൾ ദുഃഖിച്ച് താടി കൈ വെച്ചോണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ പോയാൽ പിന്നെ വീട് ഉറങ്ങിയതുള്ള കേട്ടോ. കാരണം ഞങ്ങൾ ഒച്ചയും ബഹളമൊക്കെ കേട്ടിരുന്ന് ലാസ്റ്റ് ഇനി അവളും ഷിജിനും മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ. അപ്പോൾ ഒരു അനക്കമൊന്നുമില്ല. അതിന്റെ സങ്കടമാണ് ഈ മുഖത്ത് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ബൈബി പറഞ്ഞ് നിങ്ങൾ ഇറങ്ങാറായിട്ടോ. ഇതോ പോണം നിന്റെ റൂബി. അങ്ങനെ തന്നെ ഞങ്ങൾ ഇറങ്ങാറായപ്പോ ഫസ്റ്റ് തന്നെ റൂബി ഓടി വന്നിട്ടുണ്ടായിരുന്നു അവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങിയത്. ഞങ്ങൾക്ക് ബസ് കിട്ടി. ബസ് കിട്ടിയതിന് ശേഷം ഞാൻ ഈ ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ ബസ്സിൽ കയറുന്നത്. അങ്ങനെ എനിക്കും കിട്ടിയ ടിക്കറ്റ്. അതൊക്കെ കഴിഞ്ഞ് വെള്ളത്തെ എത്തി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വണ്ടിയിൽ നേരെ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഉണ്ണിച്ചാൻ്റെ അവിടെ നിന്ന് ബൈക്ക്, ഉണ്ണിച്ചാൻ്റെ കടയിലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ബൈക്ക് കൊടുത്ത് നേരെ വീട്ടിലെത്തി. ഇന്നത്തെ ദിവസം എന്തായാലും നല്ല ദിവസമായിരുന്നു കേട്ടോ. നല്ല ഹാപ്പി ആയിരുന്നു. എല്ലാവരുമായിട്ട് നല്ല എൻജോയ്മെന്റ് ആയിരുന്നു കേട്ടോ. അവിടെ പോയി നല്ല എൻജോയ്മെന്റ് ആണ്. അപ്പൊ ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ ബൈ.